പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 14-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും എല്ലാ നിലയിലും സന്തോഷപ്രദവും അനുഗ്രഹപ്രദവുമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യം. The first epistle of Peter, chapter 2, verse 23 നാം ഇപ്രകാരം വായിക്കുന്നു: തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. പൊന്തോസിലും പംഫുല്യയിലും പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ദൈവമക്കൾക്ക് പത്രോസ് കത്തെഴുതുകയാണ്. ഒരു വിശ്വാസി, ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം എന്ന് വയോവൃദ്ധനായ പത്രോസ് ഉപദേശിക്കുന്നു, നിർദ്ദേശിക്കുന്നു. അത് യജമാനൻ എങ്ങനെയായിരിക്കണം, ദാസൻ എങ്ങനെയായിരിക്കണം, വേലക്കാരെങ്ങനെയായിരിക്കണം, വിശ്വാസി എങ്ങനെയായിരിക്കണം, ഇവയെല്ലാം വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ അനുദിന ജീവിതത്തിൽ ഒരു ദൈവപൈതൽ പാലിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് യേശുക്രിസ്തുവിനെ വ്യക്തമായി വരച്ച് കാട്ടിക്കൊണ്ട് തന്നെ ശ്രവിക്കുന്ന വിശ്വാസ സമൂഹത്തോട് പറയുകയാണ്, കർത്താവാണ് നമുക്ക് ഏറ്റവും നല്ല മാതൃക നൽകിയിരിക്കുന്നത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാപവും ചെയ്തിട്ടില്ല. എല്ലാ നിലകളിലും ചോദ്യം ചെയ്യുവാൻ, തിരിച്ച് ശകാരിക്കുവാൻ, കുറ്റം ഒഴിയുവാൻ എല്ലാത്തിനും അധികാരവും അതിനുള്ള റൈറ്റും ഉണ്ടായിരുന്നു യേശുവിന്. പക്ഷേ യേശു അതൊന്നും ചെയ്തില്ല. എന്തിനു വേണ്ടി? താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി യേശു ഇത് മുഴുവനും വഹിച്ചതിലൂടെ അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നു. അപ്പോൾ നമുക്ക് സൗഖ്യം, പാപമോചനം, നിത്യജീവൻ, ശാപമോക്ഷം ഇവ പ്രാപിക്കേണ്ടതിന് കർത്താവ് അത് മുഴുവനും ഏൽക്കുകയും തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. തന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഞാൻ ദൈവപുത്രനാണ്, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്ന് തിരിച്ച് ഭയപ്പെടുത്തിയില്ല, ഭീഷണിപ്പെടുത്തിയില്ല. മറിച്ച് ന്യായമായി വിധി കൽപ്പിക്കുന്ന പിതാവാം ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ നമ്മിലേക്ക് ഈ പ്രഭാതത്തിലൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്നോട് മിണ്ടിയാൽ ഞാനും മിണ്ടും, എന്നെ വിളിച്ചാൽ ഞാനും വിളിക്കും, ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ പ്രകൃതം. നമ്മൾ
നമ്മെ നോക്കാതെ കുടുംബത്തിലുള്ളവരെയും കൂട്ടായ്മയിലുള്ളവരെയും അയൽവക്കക്കാരെയും കുറ്റപ്പെടുത്തും. പക്ഷേ നമ്മുടെ സ്വഭാവത്തിന് വല്ല മാറ്റമുണ്ടോ? നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വ്യതിയാനങ്ങളുണ്ടോ? മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ, മറ്റൊരാളെ പല വിധത്തിൽ ആരോപണ വിധേയരാക്കുമ്പോൾ ആദ്യം ശരിയാകേണ്ടത്, മാറ്റം വരേണ്ടത്, മാറ്റം വരുത്തേണ്ടത് എനിക്കാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഒരു കുറ്റവും ചെയ്യാഞ്ഞിട്ട് സകല ശകാരങ്ങളും വഴിയെ പോയവർ പോലും ചാടി യേശുവിനെ അടിച്ചിട്ടും ഏതെല്ലാം വിധത്തിലുള്ള പീഠകളും ദണ്ഡനങ്ങളും സഹിച്ചിട്ടും യേശു തിരിച്ചൊന്നും പറഞ്ഞില്ല, ചെയ്തില്ല. അതാണ് പത്രോസ് പറയുന്നത്, നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഈ മാതൃക സ്വീകരിക്കാം. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുണ്ട്, അല്ലാത്ത ഒരു കാര്യത്തിനും എന്നെ കിട്ടത്തില്ല, ഇതല്ലേ പലപ്പോഴും നമ്മുടെ മുദ്രാവാക്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്? ഓർക്കണം പ്രിയമുള്ളവരെ, ഒരു പനിക്കുണ്ടോ നമ്മുടെ ഈ വാശി, നമ്മുടെ ഈ വൈരാഗ്യം? നമ്മൾ പറയുന്ന, നമ്മൾ ആരൊക്കെയോ ആന്ന് പറയുന്ന നാം ഒരു പനിക്കുണ്ടോ? ഞാനും നിങ്ങളും എന്തൊക്കെ രോഗങ്ങളാണ് ചുമ്മിക്കൊണ്ട് നടക്കുന്നതെന്ന് അറിയുന്നുണ്ടോ? പുറത്തു നോക്കുന്ന ഉടനെ എല്ലാം ഓക്കെയാണ്. ഏറ്റവും നല്ല സലൂണിലൊക്കെ പോയി ഏറ്റവും നല്ല മോടിയായിട്ടൊക്കെ നടക്കുന്നു, നല്ലത് തന്നെ. പക്ഷേ അകത്തോട്ട് പോകുന്ന ശ്വാസം പുറത്തോട്ട് വന്നില്ല എങ്കിൽ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും അവിടെ കൊണ്ട് കഴിഞ്ഞു. ആ സ്ഥിതിക്ക് കർത്താവ് നൽകിയ നല്ല മാതൃക നമുക്ക് പിൻപറ്റാം. അതെ, മറന്നു പോകരുത്, നമ്മളോടൊരാൾ മിണ്ടുന്നില്ല, സഹകരിക്കുന്നില്ല, ബന്ധം പുലർത്തുന്നില്ല, അങ്ങനെയെങ്കിൽ നമ്മൾ അളക്കുന്ന അളവിനാലാണ് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നാം എന്ന് മനസ്സിലാക്കുന്നോ, തെറ്റ് തിരുത്തുവാൻ ഞാൻ തയ്യാറാകുന്നോ, അന്ന് കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട് കീഴ്പ്പെടുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പറയും, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചതാ, എനിക്കിന്ന ജോലിയുണ്ട്, എൻ്റെ മക്കൾ ഇന്ന സ്ഥാനത്താണ്, എൻ്റെ കുടുംബം, എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങൾ, സഹോദരന്മാർ ആരാന്നറിയാമോ? ഇതൊക്കെ നല്ലതാ. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. എന്നിട്ട് സകലവും ന്യായമായി ചെയ്യുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പാടുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദശാംശം കൊടുക്കുകയും ആരാധനയിൽ മുടങ്ങാതെ പങ്കെടുക്കുകയും ഒന്നും ചെയ്തിട്ട് മാത്രം ഒരു കാര്യവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ പാലിക്കണം. അതെന്തൊക്കെയാണെന്ന് പത്രോസിന്റെ 1-ാം ലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നു. നമ്മൾ ഇതും കൂടെ ഒന്ന് വായിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ വചനപ്രകാരം ക്രമപ്പെടുത്തി ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഇന്ന് നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, പിരിമുറുക്കങ്ങൾ, ആരോടും പറയാത്ത എൻ്റെ വിഷയങ്ങൾ, എൻ്റെ ഭാരങ്ങൾ ഒക്കെ അയവ് വരും. നമ്മളിങ്ങനെ അങ്ങ് വല്ലാതെ ഉരുകിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരോടും എല്ലാത്തിനോടും ഈ ദേഷ്യം, വെറുപ്പ്, പക. ഒറ്റയ്ക്കിരിക്കണം, ആരുമായിട്ടും ബന്ധം വേണ്ട, അവരെന്നോട് മിണ്ടുന്നില്ല, അവർ
ഞാനുമായിട്ട് ബന്ധപ്പെടുന്നില്ല, ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഞാനാണ് ആ നിലയിൽ ഒറ്റയ്ക്കിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമ്മിൽ ഉണ്ടാവണം. അതെ, ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് യേശു ശകാരം മുഴുവനും ഏറ്റു, മുഴുവൻ കഷ്ടതയും വഹിച്ചു. ഒരു ഭീഷണി വാക്കും, ഒരു കുറ്റപ്പെടുത്തൽ വാക്കും, ഒരു തിരിച്ചു പറച്ചിലും യേശുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു. യേശുവിന്റെ അവസാന ക്രൂശിലെ മൊഴിയിൽ, ഒന്നാമത്തെ മൊഴി എല്ലാവരും ഏറ്റു പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അവിടെയും ഈ സഹനത്തിന്റെ, ത്യാഗത്തിന്റെ, ക്ഷമയുടെ മൂർത്തിഭാവത്തെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ സ്വതന്ത്രമാവട്ടെ, സന്തോഷഭരിതമാവട്ടെ. നമ്മുടെ വീടുകൾ ആഹ്ലാദത്താൽ നിറയുന്നതാവട്ടെ. പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, രോഗവും പ്രശ്നവും പ്രതികൂലങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ മധ്യേ നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്നു, കർത്താവ് നമുക്ക് നല്ലൊരു മാതൃക തന്നു. ആ മാതൃക എന്താണ്? തിരിച്ച് ശകാരിക്കുന്നതല്ല, തിരിച്ച് കുറ്റപ്പെടുത്തുന്നതല്ല, തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നതല്ല, തിരിച്ച് നമ്മളാൽ ആവുന്ന വിധം അനാവശ്യമായി പ്രതികരിക്കുന്നതും അല്ല. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടെ വിട്ടുകൊടുക്കുന്നതിലാണ്. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ, കർത്താവിന്റെ സാക്ഷികളാകുവാൻ ചിതറിപ്പാർക്കുന്ന വിശ്വാസ സമൂഹത്തോട് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചത് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. അത് ശിരസാവഹിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായി പലപ്പോഴും ഞങ്ങളുടെ ഭാഗം മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാവരെയും ഞങ്ങൾ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുമ്പോൾ യേശുവിന്റെ നല്ല മാതൃക എന്തേ എന്ന് പത്രോസ് അപ്പോസ്തലൻ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. ആ യേശുവിന്റെ മാതൃക പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്ഷമിക്കുവാൻ, കരുതുവാൻ, വിട്ടുകൊടുക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ, താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. നിദൈവജനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് ദൈവവചനം കേട്ട എല്ലാ സഹോദരങ്ങളും കർത്താവിന്റെ ഭാവം, മാതൃക ജീവിതത്തിൽ സ്വാംശീകരിക്കുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചിട്ട് എന്റെ കുറ്റം ഞാൻ കണ്ടെത്തുക, തിരുത്തുക, യഥാസ്ഥാനപ്പെടുക, സന്തോഷത്തോടെ മുൻപോട്ട് പോവുക. അങ്ങനെ ധന്യമായ ഒരു ജീവിതത്തിന്റെ ഉടമകളാകാം. ഇന്ന് വളരെ സന്തോഷത്തോടും സ്തോത്രത്തോടും കൂടെ ഒരു കാര്യം കൂടെ ജീവജലത്തിന്റെ പ്രേക്ഷകരോട് പറയട്ടെ. കഴിഞ്ഞ ഒരു വർഷത്തോളം നമ്മൾ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു. പ്രത്യേകം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ നമ്മൾ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന നമ്മുടെ എല്ലാ ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും സ്വർഗത്തിലെ ദൈവം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും
ഉന്നത വിജയം നൽകിയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ആ കുഞ്ഞുങ്ങളുടെയും അവരുടെ പേരൻസിന്റെയും നാമത്തിൽ അറിയിക്കുന്നതോടൊപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി ദൈവകൃപയോടെ കാക്കട്ടെ, പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് 12ാം ക്ലാസ് കഴിഞ്ഞ് ഉന്നത പഠനത്തിനായിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സും ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്പുരാൻ കാണിച്ചു നൽകട്ടെ. നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്രകളിൽ ദൈവകൃപ എപ്പോഴും കൂടെയിരിക്കട്ടെ. അങ്ങനെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നിർത്തട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.